സോ ഗൈസ്, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. വേറൊന്നുമല്ല, എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ കുറച്ച് പേരാണെങ്കിൽ പോലും അവർക്ക് ഞാൻ കാരണം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടുതൽ സന്തോഷം ഒന്നിനുമില്ല, റൈറ്റ്? സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരാൾക്ക് 1500% പ്രോഫിറ്റ് കിട്ടി, വേറൊരാൾക്ക് ഇവിടെ 1200% പ്രോഫിറ്റ് കിട്ടി. എന്ന് വെച്ചാൽ ഇത് ചെറിയ എമൗണ്ട് അല്ല ഗൈസ്, ഇത് 15x-ഉം 12x-ഉം, അതായത് പണം 15 ഇരട്ടിയും 12 ഇരട്ടിയും ഒക്കെ ആക്കിയിരിക്കുകയാണ്. അതും വെറും 1-2 മണിക്കൂറുകൾ കൊണ്ട് മാത്രം. വാട്സ്ആപ്പ് ട്രില്യനേഴ്സ്, ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് ചിന്നോയ് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ബിറ്റ്കോയിനെ കുറിച്ചല്ല, ലൂണയെ കുറിച്ചാണ്. യെസ്, റീസെന്റ് ലൂണയെ കുറിച്ച് ഒരു ബിഗ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേക്കിംഗ് ന്യൂസ്. ഞാനത് ട്വിറ്ററിൽ ഷെയർ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ട്രേഡ് സെറ്റപ്പും ഷെയർ ചെയ്തതാണ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ട്രേഡ് എടുത്തു. ആൻഡ് അതാ നമുക്കിവിടെ കാണാൻ പറ്റും, ഒരാൾ 15 ഇരട്ടിയാക്കി പൈസ, 1-2 15 ഇരട്ടി. വേറൊരാൾ ഇവിടെ 12 ഇരട്ടിയാക്കി, 1200% പ്രോഫിറ്റ്, 1500% പ്രോഫിറ്റ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, റൈറ്റ്? നൗ ഈ വീഡിയോ സ്പെസിഫിക്കലി ചെയ്യാൻ എന്താണ് കാരണം ഗൈസ്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രേഡിങ്ങിന്റെ ഒരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്, റൈറ്റ്? ഈ ലൂണയുടെ ഈ ട്രേഡ് വെച്ച് എക്സാമ്പിൾ വെച്ചിട്ട് ക്രിപ്റ്റോയിൽ ഇങ്ങനെ ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും, റൈറ്റ്? അതിനെ ശരിയായ രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്, ഈ ട്രേഡിംഗ് സെറ്റപ്പിന്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് ആണ് ഞാൻ തരാൻ പോകുന്നത്, ഇൻക്ലൂഡിങ് എങ്ങനെ നമ്മുടെ കോയിൻ സെലക്ട് ചെയ്യണം, എപ്പോൾ എൻട്രി എടുക്കണം, എപ്പോൾ എക്സിറ്റ് എടുക്കണം, അതിനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, റൈറ്റ്? സോ ദാറ്റ് എപ്പോഴും നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണ്ട, റൈറ്റ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി, എന്നെ നോക്കാതെ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഇത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് ഒക്കെ എടുക്കാൻ പറ്റും ഇൻ ഫ്യൂച്ചറിൽ, റൈറ്റ്? സോ എന്നെ ആരും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം, നിങ്ങൾ സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ എനിക്കറിയാവുന്ന ചില ട്രിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെ ഇത് ട്രേഡ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇത് ഭയങ്കര റിസ്ക്കിയാണ് ഗൈസ്. നല്ല പ്രോഫിറ്റും അതോടൊപ്പം തന്നെ നല്ല ലോസും വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണിത്. സോ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ്, റൈറ്റ്? സോ അതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ബ്ലൂ പ്രിന്റ് പറയാൻ പോകുന്നത് ഈ എക്സാമ്പിൾ വെച്ചിട്ട്. സോ ലാസ്റ്റ് വരെ കാണുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടത്തരം കാണിക്കും, നാളെ ഹ്യൂജ് ലോസ് വരും, റൈറ്റ്? ആൻഡ് ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയാണ് തരുന്നത്. ഡു കൺസൾട്ട് യുവർ ഫിനാൻഷ്യൽ അഡ്വൈസർ, റൈറ്റ്? ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല, ഓക്കെ? സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ന്യൂസ് എന്താണെന്ന് നോക്കാം. 3 മണിക്കൂർ മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ബിഗ് ബ്രേക്കിംഗ്. ഞാൻ ആ ട്വിറ്ററിൽ ഷെയർ ചെയ്തതാണ്. സൗത്ത് കൊറിയ കോർട്ട് ഇഷ്യൂസ് അറസ്റ്റ് വാറന്റ് ഫോർ ടെറ ഫൗണ്ടർ ഡോ ക്വാൻ. ഞാൻ അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ലൂണ ഹോൾഡേഴ്സ് ബി അവെയർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്വാൺ, ടെറ ഫൗണ്ടറിന്റെ ഡോക്വാനെ കുറിച്ച് നമുക്കറിയാലോ, കുറച്ച് നാൾ മുമ്പ് അതിന്റെ ലൂണയുടെ റഗ് പുൾ നടന്നു, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് വൈപ്ഡ് ഔട്ട് ആയിട്ടുള്ളത്. സോ അതിനുശേഷം കുറച്ച് ലീഗൽ ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ദാ റീസെന്റ് ന്യൂസ് വന്നു, ഡോക്വാനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് വന്നതായിട്ട്, റൈറ്റ്? ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഞാൻ വന്നപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, റൈറ്റ്? നൗ അതിന്റെ ഒരു അതിട്ട ഉടനെ തന്നെ ഞാൻ ഒരു ട്രേഡ് സെറ്റപ്പും കൂടി ഇട്ടതാണ്, വാർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ലൂണ ആൻഡ് LUNC, അതായത് ലൂണയും ലൂണ ക്ലാസിക് ഹോൾഡേഴ്സിന് എടുത്തും വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഞാൻ അവിടെ താഴെ കൊടുത്തു, ഗുഡ് നൈറ്റ് ലൂണ, അതായത് തീർന്നു. കാരണം നമുക്ക് ഈ ചാർട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇറ്റ്സ് ഓവർ, കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. നല്ല രീതിയിലുള്ള താഴത്തേക്ക് വരും എന്നെനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗുഡ് നൈറ്റ് ലൂണ എന്ന് പറഞ്ഞ് കൊടുത്തത്, റൈറ്റ്? നൗ ഇതിനെ കുറിച്ച്, ഈ ട്രേഡിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ടെക്നിക്കൽ അനലിസ്റ്റ് വരണ്ടാവും, അതായത് ചാർട്ട് മാത്രം നോക്കി ചെയ്യുന്നവരുണ്ടാവും. ചില ആൾക്കാർ ഫണ്ടമെന്റൽ അനാലിസ്റ്റ് ആയിരിക്കും, അതായത് ഫണ്ടമെന്റലി കാര്യങ്ങളൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. പക്ഷെ എന്റെ പേഴ്സണൽ ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ടെക്നിക്കൽ അനാലിസിസ് പ്ലസ് ഫണ്ടമെന്റൽ അനാലിസിസ് പ്ലസ് ഗ്ലോബൽ ന്യൂസ്, ഈ 3 എണ്ണത്തിന്റെയും കോമ്പിനേഷൻ ആണ് ഏറ്റവും പവർഫുൾ കോമ്പിനേഷൻ, റൈറ്റ്? അത് മാത്രം, ഈ 3 എണ്ണം വെച്ച് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാറ് അല്ലെങ്കിൽ ട്രേഡ് സെറ്റപ്പ് കൊടുക്കാറ്, റൈറ്റ്? കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ മറ്റേ സാധനം നമുക്ക് എതിരാണെങ്കിൽ ആ ട്രേഡ് മര്യാദക്ക് വർക്ക് ആവില്ല, റൈറ്റ്? നൗ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ന്യൂസ് നിങ്ങൾ കണ്ടു, അപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് ഗ്ലോബൽ ന്യൂസ്. ന്യൂസ് നിങ്ങൾ കണ്ടു, ന്യൂസ് വന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ന്യൂസ് ആണ്. സോ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ അറസ്റ്റ് വാറന്റ് വന്നു, വിച്ച് ഈസ് എ വെരി ബെയറിഷ് ന്യൂസ്. നൗ എന്ത് സംഭവിക്കും? ഈ ഡോക്വാന്റെ പ്രോജക്റ്റുകൾ താഴെ വരാൻ തുടങ്ങും. സോ നല്ല രീതിയിൽ ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത്, റൈറ്റ്? നൗ ഫണ്ടമെന്റലിലേക്ക് പോവാം. ഓക്കെ, ഫണ്ടമെന്റൽ അനാലിസിസ്. ഈ ഡോക്വാന്റെ പ്രോജക്ട്, മെയിൻ പ്രോജക്ട് ഏതൊക്കെയാണ്? ലൂണ പ്രോജക്റ്റ് ആണ്. അതിന് എത്ര കോയിൻസ് ഉണ്ട്? 2 കോയിൻസ് ഉണ്ട്. ഫസ്റ്റ് കോയിൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും, പുതിയ ലൂണ, ടെറ ലൂണ എന്ന് പറഞ്ഞ പുതിയ ലൂണ കോയിൻ. നൗ സെക്കൻഡ് കോയിൻ ആണ് പഴയ ലൂണ, അതായത് ടെറ ലൂണ ക്ലാസിക്, LUNC എന്നറിയപ്പെടുന്ന പഴയ ലൂണയാണ് രണ്ടാമത്തെ കോയിൻ. നൗ ഫണ്ടമെന്റലി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ താഴെ വരും, നമുക്കറിയാം. നൗ ഏതിൽ ട്രേഡ് എടുത്താൽ, രണ്ടിലും ട്രേഡ് എടുക്കാമോ? ചെയ്യാം. ബട്ട് ദെൻ അതിനേക്കാളും നല്ലത് നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒറ്റ ട്രേഡ് എടുക്കുന്നതാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ, റൈറ്റ്?
സോ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫ്ലക്ച്വേറ്റ് ആവാൻ, ഏറ്റവും കൂടുതൽ വോളറ്റൈൽ ആയ കോയിൻ ഏതാണെന്ന് നമ്മൾ ഫണ്ടമെന്റലി അറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് മാർക്കറ്റ് ക്യാപ്. റൈറ്റ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ട്രേഡിംഗ് സെറ്റപ്പ് കൊടുത്തത് ഏത് ട്രേഡിംഗ് സെറ്റപ്പാണ്? ലൂണ ടെത്തർ USD. റൈറ്റ്, ലൂണ ക്ലാസിക് അല്ല, ലൂണയാണ് ഞാൻ കൊടുത്തത്. എന്തുകൊണ്ട് ഞാൻ ലൂണ തന്നെ സെലക്ട് ചെയ്തു? എന്തുകൊണ്ട് ലൂണ ക്ലാസിക് ചെയ്തില്ല? അതിന്റെ ഉത്തരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, മാർക്കറ്റ് ക്യാപ്. റൈറ്റ്, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1.7 ബില്യന്റെ മാർക്കറ്റ് ക്യാപ്പ് ആണ് ലൂണ ക്ലാസിക്കിലുള്ളത്. റൈറ്റ്, അതേസമയം നമുക്കിവിടെ കാണാൻ സാധിക്കും ടെറ ലൂണ, അതായത് പുതിയ ലൂണയിൽ ആകെ 375 മില്യനേ ഉള്ളൂ. നൗ ഇത് താഴെ വന്നതിന് ശേഷമാണ്, എന്നാൽ പോലും ഇത് താഴെ വരുന്നതിന് മുമ്പായെങ്കിൽ പോലും ഈ പറയുന്ന ടെറ ക്ലാസിക്കിനേക്കാളും പകുതിയിൽ താഴെയായിരുന്നു മാർക്കറ്റ് ക്യാപ്പ് ഈ പറയുന്ന പുതിയ ലൂണയുടെ. റൈറ്റ്, മാർക്കറ്റ് ക്യാപ്പ് എപ്പോൾ കുറയുന്നു അതിനനുസരിച്ച് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. അതായത് മുകളിലേക്ക് പോകാനും താഴത്തേക്ക് വരാനും ഏറ്റവും കൂടുതൽ ചാൻസ് മാർക്കറ്റ് ക്യാപ്പ് കുറവുള്ള കോയിനുകളിലേക്ക് പോകുമ്പോഴാണ്. സോ കൂടുതൽ ഫ്ലക്ച്വേഷൻ നമുക്ക് കിട്ടാൻ പോവുക പുതിയ ടെറയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പുതിയ ലൂണയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് കൊടുത്തത്. റൈറ്റ്, നൗ ഫണ്ടമെന്റലി അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കിനി ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോവാം. അതിനുവേണ്ടി നമുക്ക് ചാർട്ടിലേക്ക് പോവാം. നൗ ഇതിനെ ഞാൻ ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഫണ്ടമെന്റൽ അനാലിസിസ്, ഇതാണ് കൂടുതൽ ഫ്ലക്ച്വേറ്റ് ആവുക എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം. നമുക്ക് പഴയ ലൂണയിൽ പോയി കഴിഞ്ഞാൽ ഈ ന്യൂസ് വന്നത് മുതൽ താഴെ വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 27% താഴെ വന്നു. ഏകദേശം ഇവിടെ നിന്നാണ് താഴെ വന്നത്. സോ 27% ആണ് താഴെ വന്നത് പഴയ ലൂണ ക്ലാസിക്. റൈറ്റ്, പുതിയ ലൂണ എത്ര വന്നു? ഈ ന്യൂസ് വന്നതിൽ പിന്നെ നമുക്ക് നോക്കാം 51%, 51% താഴെ വന്നത്. സോ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഏത് കോയിനായിരുന്നു? പുതിയ ടെറയാണ്. ഞാൻ സെറ്റപ്പ് കൊടുത്തത് ഏത് കോയിനാണ്? പുതിയ ടെറയുടെ. റൈറ്റ്, അത് മനസ്സിലായല്ലോ. അപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസ് ക്ലിയർ ആയി നിങ്ങൾക്ക്. റൈറ്റ്, സോ ഗൈസ് ഗ്ലോബൽ ന്യൂസും കഴിഞ്ഞു, ഫണ്ടമെന്റൽ അനാലിസിസും കഴിഞ്ഞു. റൈറ്റ്, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടെക്നിക്കൽ അനാലിസിസ്. ഫൈനലി നമ്മൾ നമ്മുടെ ട്രേഡ് ചെയ്യാൻ പോകുന്ന കോയിൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ചാർട്ടിലേക്ക് പോവാം. സോ പുതിയ ലൂണയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നൗ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 4 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ ട്രേഡ് സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. എപ്പോഴാണ്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 4 hour ടൈം ഫ്രെയിമിലാണ്. നൗ നമ്മൾ അതിൽ പോയി വലിയ ടൈം ഫ്രെയിമിൽ വേണം ആദ്യം നോക്കാൻ വേണ്ടി. റൈറ്റ്, സോ 4 hour ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ലാസ്റ്റ് കുറച്ച് കാൻഡിൽസ് ആയി 4 hour വലിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽസ് 1 2 3 4 5 6 7 8 9 10. റൈറ്റ്, ഏകദേശം 10 കാൻഡിൽസ് ആയി ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റൈറ്റ്, അപ്പൊ ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബ്രേക്ക് ചെയ്തു. ഞാൻ ഇവിടെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്തു. റൈറ്റ്, സോ ഈ സപ്പോർട്ട് ഫൈനലി ഈ 10 ക്യാൻഡിലുകൾക്ക് ശേഷം, അതായത് ഏകദേശം 2 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടാവും ശേഷം ഇത് ബ്രേക്ക് ചെയ്തു. റൈറ്റ്, അപ്പോൾ ടെക്നിക്കലി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ന്യൂസ് വന്നു, അതിനുശേഷം കോയിൻ സെലക്ട് ചെയ്തു, അതിനുശേഷം നമ്മുടെ ഈ മേജർ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തു. റൈറ്റ്, നൗ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, എപ്പോഴാണ് എക്സിറ്റ് എടുക്കേണ്ടത്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ എൻട്രി എടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം. റൈറ്റ്, നൗ ഇതിന്റെ ടാർഗറ്റ് എവിടെയൊക്കെ വെക്കണം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എവിടെയാണെന്ന് വെച്ചാൽ ഒരു ആൽഫ ഞാൻ തരാം. അതായത് നമുക്കിവിടെ നമ്മുടെ പഴയ ലൂണിനെ കുറിച്ച് കാര്യം പറയാം. അത് എപ്പോഴാണ് പമ്പായി തുടങ്ങിയെന്ന് നോക്കാം. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 23 ഓഗസ്റ്റ് മുതലാണ് ഈ ലൂണ ക്ലാസിക് പമ്പായി തുടങ്ങിയത്. റൈറ്റ്, അപ്പൊ കുറെ നാൾ മുമ്പ്, കുറച്ച് നാളായി ഇങ്ങനെ പമ്പ് വന്നുകൊണ്ടിരിക്കുന്നു. നൗ നമ്മൾ ചെറിയ 4 hour ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? നമുക്കിവിടെ കാണാൻ സാധിക്കും പമ്പായി, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു, ഇവിടെ പമ്പായി, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ പമ്പായി, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു, മുകളിൽ കൺസോളിഡേഷൻ, ഒരുപാട് കൺസോളിഡേഷൻ പമ്പ് ആവുമ്പോഴൊക്കെ കൺസോളിഡേഷൻ ചെയ്യും ഇവിടെ. റൈറ്റ്, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ സപ്പോർട്ട് ലൈൻ വരും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ കുറെ കാൻഡിൽസുകൾ ഉള്ളത് കൊണ്ട്, അതും വലിയ ടൈം ഫ്രെയിമിൽ 4 hour ടൈം ഫ്രെയിമിൽ. റൈറ്റ്, അപ്പൊ ഒരുപാട് കാൻഡിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് ഇവിടെ ഉണ്ട് ലൂണ ക്ലാസിക്കിന്. റൈറ്റ്, അതേസമയം നമ്മൾ ലൂണയിൽ പോയി കഴിഞ്ഞാൽ 4 hour വലിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഒറ്റ ക്യാൻഡിലാണ് ഈ പമ്പ് വന്നത്. ഇവിടെ എവിടെയും കൺസോളിഡേഷനോ ഒന്നും നടന്നിട്ടില്ല. റൈറ്റ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പമ്പ് ആയത് എപ്പോഴാണ്? 9-ാം തീയതി, അതായത് 5 ദിവസം മുമ്പാണ്. അപ്പൊ റീസെന്റ് ബയേഴ്സ് ആണ്, ഫ്രഷ് ബയേഴ്സ് ആണ്. റൈറ്റ്, അപ്പൊ അവർക്ക് ഇവിടെ പ്രോഫിറ്റ് ഇടുമ്പോൾ ഫ്രഷ് ആയിട്ട് എൻട്രി എക്സിറ്റ് പെട്ടെന്ന് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? താഴെ വന്നു കഴിഞ്ഞാൽ കിട്ടിയ പ്രോഫിറ്റ് മതി എന്ന് പറഞ്ഞ് വിൽക്കും. റൈറ്റ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ഒരു പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇറ്റ് വാസ് എ ഫ്രീ ഫോൾ ആയിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആരോ മാർക്ക് കാണിച്ചു. ഇവിടെ ഒറ്റ വലിയ ക്യാൻഡിൽ ആണ് ഇത്. റൈറ്റ്, ഇവിടെ ഒരു സപ്പോർട്ടും ഇല്ല എന്ന് ഞാൻ ഇവിടെ കൊടുത്തതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സാക്ട്ലി ഇവിടെ നമുക്ക് കാണാം ഒരു സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. 4 hour ടൈം ഫ്രെയിം ആണ്. റൈറ്റ്, നൗ ഈ റേഞ്ചിൽ നമ്മുടെ ഈ സപ്പോർട്ടിന്റെ ഈ റേഞ്ചിൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ജൂണിൽ, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇപ്പൊ സെപ്റ്റംബർ ആയി, അതായത് 3-4 മാസം മുമ്പാണ്. ഫ്രഷ് ബയേഴ്സ് ഒന്നുമില്ല, ഫ്രഷ് ബയേഴ്സ് എല്ലാം ഇവിടെ താഴെയാണ്.
റൈറ്റ്. അപ്പൊ ഈ ഫ്രഷ് ബയേഴ്സ് എല്ലാം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഓൾറെഡി പ്രോഫിറ്റിലാണ്. അപ്പൊ ഇവർ ഈ ന്യൂസ് അറിഞ്ഞു എന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ ബാഡ് ന്യൂസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പ്രോഫിറ്റിലാണ്. അപ്പൊ എന്തുവന്നാലും വിൽക്കും, റൈറ്റ്, അവർ നഷ്ടത്തിലല്ല. അതേസമയം LUNC ഇവിടെ നമുക്ക് കാണാം ഒരുപാട് സപ്പോർട്ടുണ്ട്, ഇവിടേക്ക് ഒരുപാട് ബയേഴ്സും കാര്യങ്ങളൊക്കെ കൺസോൾട്ടേഷൻ നടന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ താഴെ ഈ ലൈൻ ബ്രേക്ക് ചെയ്യാൻ ഒരു സപ്പോർട്ടിന് പുറകിൽ മറ്റൊരു സപ്പോർട്ട് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്. നൗ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എക്സിറ്റ് എവിടെയാന്ന് നോക്കാം. എൻട്രി മനസ്സിലായി, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി, നമുക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, വേറെ സപ്പോർട്ട് ഒന്നുമില്ല, 3-4 മാസങ്ങൾക്ക് മുമ്പാണ്, ഫ്രഷ് ബയേഴ്സ് ആണ്, അതെല്ലാം നമുക്ക് മനസ്സിലായി, റൈറ്റ്. ഇനി നമുക്ക് എക്സിറ്റ് പോയിന്റ്, മെയിൻ പോയിന്റ് ആണ് എക്സിറ്റ് പോയിന്റ്, എവിടെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സപ്പോർട്ട് എവിടെയാണ് എന്ന് നോക്കാം, റൈറ്റ്. ലാസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ട്, റൈറ്റ്. സോ ഇവിടെ ഞാനൊരു സപ്പോർട്ട് ലൈൻ വരച്ചു. അതിനുശേഷം അതിന് മുമ്പുള്ള സപ്പോർട്ട് എപ്പോഴാണ്, ഇവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. സോ ഇവിടെയും നമ്മളൊരു സപ്പോർട്ട് ലൈൻ വരച്ചു, റൈറ്റ്. ഇനി ഞാനൊരു സൂപ്പർ സാധനം കാണിക്കാം. എന്താണെന്ന് അറിയോ, നമ്മളിപ്പോ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, എവിടം വരെ താഴെ വന്നു, എക്സാക്ട്ലി നമ്മുടെ ഈ റീസെന്റ് സപ്പോർട്ട് ലൈൻ ഇല്ലേ, ആ റീസെന്റ് സപ്പോർട്ട് ലൈനിൽ ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് എക്സാക്ട്ലി ഹിറ്റ് ചെയ്തു, പ്രിസൈസ് ആയിട്ട് ഹിറ്റ് ചെയ്തു, നമുക്കിവിടെ കാണാൻ സാധിക്കും. ബട്ട് ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്തു, നമ്മുടെ നേരത്തെ സപ്പോർട്ട് ലൈൻ ഇവിടെ, നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് ലൈൻ, അതായത് നേരത്തെ വരച്ചല്ല, നേരത്തെ വന്ന സപ്പോർട്ട് ലൈൻ ഇവിടെ ഈ കൺസോൾട്ടേഷൻ ചെയ്ത ലൈനിലാണ് വന്ന് ക്ലോസ് ആയത്. സോ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഈ ടാർഗറ്റും ഹിറ്റ് ചെയ്തു, ഇവിടെയും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം. അല്ല നിങ്ങളുടെ ട്രേഡ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോയെങ്കിൽ പോലും ഇവിടെ നമുക്ക് വേറൊരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. സോ ഇവിടെ ഇതിന്റെ മുകളിലാണ് ക്ലോസ് ആയത്, റൈറ്റ്. സോ ഇവിടെയും 2 ടാർഗറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. സോ എൻട്രി പോയിന്റ് ഇവിടെ, നമുക്ക് ടേക്ക് പ്രോഫിറ്റിന്റെ ടാർഗറ്റ് ഇവിടെ, എൻട്രി എക്സിറ്റ്, റൈറ്റ്. സോ ഇങ്ങനെയാണ് ഈ ട്രേഡുകളൊക്കെ ചെയ്യേണ്ടത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആൻഡ് ഗൈസ് വൺ മോർ തിങ് ഗൈസ്, ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടൈം സെൻസിറ്റീവ് ആണ്. ഇത് ന്യൂസ് വരുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കണം. നിങ്ങൾ ഇപ്പോഴാണ് ഇത് കാണുന്നത്, ഈ വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഈ പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാരിലേക്ക് ഇത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോകും. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും, താഴെ നിന്ന് ഇപ്പൊ ഏകദേശം നമ്മൾ കണ്ടു നേരത്തെ ഏകദേശം 50% മുകളിൽ പമ്പായി. സോ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടൈം പോയിട്ട് ഇപ്പൊ നിങ്ങൾ ആരുടെങ്കിലും ട്വീറ്റ് കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ അതും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ വരുമ്പോൾ പോട്ടെ, ഇത് പോയെങ്കിൽ പോട്ടെ, ഇനിയും ഒരുപാട് ലൂണമാര് വരും, ഒരുപാട് ലൂണ ക്ലാസിക്കുമാർ വരും, ഒരു കുഴപ്പമില്ല, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് ന്യൂസ്, ഗ്ലോബൽ ന്യൂസിനെ കുറിച്ച് പറഞ്ഞു, ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിസ്, ഈ 3 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ ഫസ്റ്റ് മുതൽ കാണുക, റൈറ്റ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തറോ ആവും മൈൻഡിൽ. അപ്പൊ നാളെ നിങ്ങൾ ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഗ്ലോബൽ ന്യൂസിനെ കുറിച്ച് സംസാരിച്ചു, ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്, ഈ 3 കാര്യങ്ങൾ, ഈ മെയിൻ ട്രേഡിംഗ് എന്റെ സ്റ്റൈൽ, അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്, റൈറ്റ്. സോ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഇനി ട്രേഡ് എടുക്കണ്ട, ഇതുപോലുള്ള ഇനി ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം, നിങ്ങളെ ട്രേഡ് ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. സോ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അവരവരുടെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കണം. മറ്റുള്ള ആൾക്കാരുടെ ട്രേഡിംഗ് സിഗ്നൽ ഒന്നും നോക്കാൻ നിൽക്കരുത്, സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ന്യൂസുകളൊക്കെ എവിടെ നിന്ന് കിട്ടും, എപ്പോഴും ന്യൂസ് കിട്ടും, എവിടെ നിന്ന് കിട്ടും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഗൈസ്, എല്ലാ ദിവസവും ഞാൻ ട്വിറ്ററിന്റെ അക്കൗണ്ട് കാണിക്കാറുണ്ട്. എന്നാൽ പോലും ചില ആൾക്കാർ കമന്റ് ചെയ്യും, ട്വിറ്ററിന്റെ ലിങ്ക് എവിടെയുണ്ട്, ഇതാണ് ലിങ്ക്, അഭിഷേക് ആർ ഷെനോയ്, ഇതാണ് എന്റെ ട്വിറ്റർ ID. നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇത് എന്റെ ഇൻസ്റ്റ ID ആണ്, അഭിഷേക് ഷെനോയ്. സമയം കിട്ടുമ്പോൾ ചെക്കൗട്ട് ചെയ്യുക. ഇത് ഗുണമൊന്നുമില്ല, ഫാഷൻ റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ്. സോ ക്രിപ്റ്റോ റിലേറ്റഡ് ഗുണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഗൈസ്, വൺ മോർ തിങ്, മെയിൻ എവിടെ നിന്ന് ന്യൂസ് കിട്ടും അതിനെക്കുറിച്ച് പറയാൻ അതിന് മുമ്പ് ഒരു സൂപ്പർ ന്യൂസ് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, പുതിയൊരു കോയിൻ വന്നേക്കാണ്. പുതിയൊരു കോയിനിലെ കുറച്ച് ദിവസമായി വന്നിട്ട് ഇപ്പൊ പമ്പായി, ജയിൽ കോൺ, അതായത് ഡോക്കോണ് ജയിലിൽ അടയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഉണ്ടാക്കിയ കോയിനാണ് ജയിൽ കോൺ. പമ്പ് എത്രയായി, 194%, അതായത് ഏകദേശം 2x പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കാണാം, നമുക്ക് ലാസ്റ്റ് 24 ഹവേഴ്സിന് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് പമ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുള്ളിക്കാരന്റെ അറസ്റ്റിന്റെ ന്യൂസ് വന്നപ്പോൾ തന്നെ ജയിൽ കോൺ എന്ന സാധനം പമ്പായി. ഇത് കണ്ടിട്ട് ആരും മേടിക്കാൻ നിൽക്കരുത്, കാരണം പണി പാളും. ഇത് ഞാൻ മേടിക്കാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഫാസിനേറ്റിംഗ് ന്യൂസ് ആയതുകൊണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയതുകൊണ്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതിനകത്തുകൊണ്ട് കാശിട്ട് കളയാൻ നിൽക്കരുത്, റൈറ്റ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കോയിനുകൾ, ബ്ലൂ ചിപ്പ് കോയിനുകൾ, നല്ല കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, റൈറ്റ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് ന്യൂസ് എവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ട്വിറ്റർ അക്കൗണ്ടാണ്. എൻ്റെ അല്ല,
സാധാരണ നിങ്ങൾ ക്രിപ്റ്റോ റിലേറ്റഡ് ഒരുപാട് ആൾക്കാർ ട്വീറ്റ് ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരെ പോയി ഫോളോ ചെയ്യുക. മാർക്കറ്റ് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ക്രിപ്റ്റോ കറൻസീസ് ട്വിറ്ററിൽ പോവുക. ട്വിറ്ററാണ് മെയിൻ ന്യൂസ് വരുന്നത്, പെട്ടെന്ന് ന്യൂസ് വരുന്നത്. സോ മെയിൻ US-ൽ UK-ൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ന്യൂസ് തരുന്ന ഒരുപാട് ന്യൂസ് ചാനൽസ് ഒക്കെ ഉണ്ട്. സോ അവരെയൊക്കെ ഫോളോ ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സെർച്ച് ബട്ടണിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക ക്രിപ്റ്റോ കറൻസീസ്, ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് ലേറ്റസ്റ്റ് ന്യൂസുകളൊക്കെ നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, പുതിയ ന്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റൈറ്റ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് ട്വിറ്റർ അക്കൗണ്ട്. എപ്പോഴും എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കല്ലേ, എനിക്കും ചില ഒരുപാട് ന്യൂസുകളൊന്നും എനിക്കും അറിയാതെ പോകുന്നുണ്ട്. റൈറ്റ്, സോ എന്നെ നോക്കിയിരിക്കേണ്ട നിങ്ങൾ സ്വന്തമായി ഇതുപോലെ റിസർച്ച് ചെയ്യുക, കുറച്ചൊക്കെ എഫേർട്ട് ഇടുക, നല്ല പ്രോഫിറ്റ് കിട്ടും. റൈറ്റ്, നൗ സെക്കൻഡ് എവിടെ നിന്ന് കിട്ടും? അതാണ് ടെലഗ്രാം. റൈറ്റ്, ഒരുപാട് ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാരുടെ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫ്രീ അക്കൗണ്ടുകൾ ഉണ്ടാവും, ആൽഫ കോണ്ടന്റ് കൊടുക്കുന്നവരുടെ. അവരുടെയൊക്കെ ടെലഗ്രാമിൽ പോയി ജോയിൻ ചെയ്യുക. ഞാൻ ഈ ന്യൂസ് കണ്ടത് ട്വിറ്ററിലാണ്. റൈറ്റ്, നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ട്വിറ്റർ ഇൻഫ്ലുവൻസേഴ്സ്, ക്രിപ്റ്റോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ന്യൂസ് തരുമായിരിക്കും. ബട്ട് ടെലഗ്രാമിലേക്ക് വരുന്നവരെ കുറച്ച് സ്ലോ ആവും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഫ്രഷ് ആയിട്ട് ന്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ട്വിറ്ററാണ് ഏറ്റവും ബെസ്റ്റ്. സോ ട്വിറ്ററിൽ പോയി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി എന്നോട് ഒരുപാട് പേര് പറയുന്നിട്ടുണ്ട് എന്തുകൊണ്ട് ടെലഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നില്ല എന്ന്. അതിന്റെ റീസൺ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 100 crore ക്രിപ്റ്റോ സ്കാം, എന്റെ പേരിൽ ലക്ഷങ്ങളുടെ സ്കാം എന്ന് ഈ വീഡിയോ ഞാൻ 1 മാസം മുമ്പ് ചെയ്തതാണ്. ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ടെലഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തത് എന്നുള്ള റീസൺ. അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം സമയം കിട്ടുമ്പോൾ. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. ഇങ്ങനെയാണ് ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് ചെയ്യേണ്ടത്. റൈറ്റ്, സോ ഗൈസ് ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് ഗൈസ് വൺ മോർ തിങ്, ന്യൂസ് ബേസ്ഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ടൈം സെൻസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ലേറ്റ് ആയിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സോ ഒരു ഹ്യൂജ് റിസ്കി പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ട്രേഡിംഗ് എമൗണ്ടിന്റെ കുറച്ച് ട്രേഡ് ചെയ്യുക. അധികം ഗ്രീഡ് കാണിക്കരുത്. അതുപോലെ തന്നെ ലെവറേജും ഹൈ ലെവറേജ് ഒന്നും വെക്കാതെ ചെറിയ ലെവറേജിൽ ട്രേഡ് ചെയ്യുക. കാരണം ഒരു വലിയ മാർജിൻ നമുക്ക് കിട്ടും, അതായത് വലിയ ഫോൾ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വലിയ പമ്പ് ആയിരിക്കും വരുന്നത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഹ്യൂജ് എമൗണ്ടിലോ അല്ലെങ്കിൽ വലിയ ലെവറേജസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ യെസ് നമുക്ക് നമ്മുടെ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. ബട്ട് നമുക്കെതിരെ പോയി കഴിഞ്ഞാലോ നല്ല ലോസ് വരാൻ സാധ്യതയുണ്ട്. സോ ഗ്രീഡ് കാണിക്കാതിരിക്കുക. നല്ലോണം എന്താ പറയാ, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർലി ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഓൾറൈറ്റ്, സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഗൈസ് നമുക്ക് അധികം കമ്മ്യൂണിറ്റി ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ ഫോളോവേഴ്സ്, എന്നാൽ പോലും എല്ലാവർക്കും ഗുണം കിട്ടുന്നുണ്ട്. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനിയും എല്ലാവർക്കും ഗുണം കിട്ടട്ടെ. ഞാൻ എപ്പോഴും വീഡിയോ പറയാറുണ്ട്, എന്താണ് പറയാറ്? വാട്സ്ആപ്പ് ട്രില്യണേഴ്സ്. സോ എല്ലാവരും ട്രില്യണേഴ്സ് ആയി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് ചെന്നായി signing out. I love you all. Print money.